നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 14-കാരനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങി കുഴഞ്ഞു വീണ് മരിച്ച BJP കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളിൽ മനോജിന്റെ മൃതദേഹവുമായി BJP പ്രവർത്തകരുടെ പ്രതിഷേധം. കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കല്ലുതുള്ളിയ മഴക്കെടുതിയിൽ ജില്ലയിൽ പരക്കെ നാശനഷ്ടങ്ങൾ. ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾ വെള്ളക്കെട്ടിൽ, ജനജീവിതം ദുസ്സഹം. ജില്ലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നു. 2 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. മാന്നാർ, മാരാരിക്കുളം വടക്ക് പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരണം. ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പുതുതായി വാങ്ങിയ ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങലും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. 14 വയസ്സുകാരനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയായ കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ച BJP കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയായ ആലമ്പള്ളിൽ മനോജിന്റെ മൃതദേഹവുമായി BJP പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മരണത്തിന് ഉത്തരവാദികളായ പോലീസുകാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കുക, ആക്രമണവുമായി ബന്ധപ്പെട്ട മനോജ് നൽകിയ പരാതി അന്വേഷിക്കാത്ത നടപടിയെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുക, സംഭവത്തിൽ CPM ബന്ധം അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മനോജിന്റെ മൃതദേഹവുമായി ആംബുലൻസിലെത്തിയ BJP നേതാക്കളെയും പ്രവർത്തകരെയും സ്റ്റേഷന് മുന്നിൽ ഗേറ്റടച്ച പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡ് സൈഡിൽ ആംബുലൻസ് നിർത്തിയിട്ട ശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. നീചമായ നിഷ്ഠൂരമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നയിച്ചത് ഈ പോലീസിന്റെ നയം തന്നെയാണ്. ഒരു സംശയവും വേണ്ട, പോലീസിന്റെ നിലപാടാണ്. SDPIക്കാർക്കും ഭീകരന്മാർക്കും CPMകാർക്കും വേണ്ടി എന്ത് വിടിപടി ചെയ്യുന്ന നാണം കെട്ട പോലീസാണ് ഈ മനോജിന്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CAയും DSP ഒക്കെ അങ്ങ് തീരുമാനിക്കുന്ന കൂട്ട് ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഈ നാട്, ഇവിടെ ജനങ്ങളുണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ട്. നിങ്ങളൊരു പാവത്തിനെ, ഒരു പാവം കുടുംബത്തിനെ വഴിയാധാരമാക്കിയിട്ട് മാന്യന്മാരായി ജയിലിൽ നടക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളൊരു BJPക്കാർ, നിങ്ങൾക്കറിയാം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ 3 ദിവസം മനോജിന്റെ പേര് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടു കാണും. BJPയുടെ ബൂത്ത് പ്രസിഡന്റ്, BJP വലിയ വാർത്തയാണ്. കുട്ടിയെ മർദ്ദിച്ചു, ഭയങ്കര പ്രശ്നമാണ്. കുട്ടിയെ മർദ്ദിച്ചു, വലിയ വാർത്ത കൊടുത്തവര്. മനോജ് മരിച്ചു കഴിഞ്ഞപ്പോ ഒരു വാർത്തയില്ല. മനോജ് മരിച്ചു കഴിഞ്ഞപ്പോ ആർക്കും ഒരു വാർത്തയുമില്ല. എന്തൊരു നാടായത്, എന്തൊരു സംസ്കാരമായത്. മനോജ് ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നീതിക്ക് വേണ്ടി BJPയുടെ നേതാക്കന്മാർ നിങ്ങളോട് കേടപേക്ഷിച്ചില്ലേ? നിങ്ങളോട് പറഞ്ഞില്ലേ ഇതാ സത്യമെന്ന്? നിരവധി കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കള്ളൻ, ആ കള്ളൻ പറയുന്നതാണ് നിങ്ങൾക്ക് വേദവാക്യം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം ആരാണിത് പറഞ്ഞത്, ആരാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? DYSP പറഞ്ഞിട്ടാണോ? CI പറഞ്ഞിട്ടാണോ? നിങ്ങൾ പറഞ്ഞില്ല SP പറഞ്ഞിട്ടാണ്. ഞങ്ങൾ SP സംസാരിക്കട്ടെ. SP പറഞ്ഞിട്ടാണോ ഇത് ചെയ്തതെങ്കിൽ ഞങ്ങൾ അറിയാം. അല്ലെങ്കിൽ പോലീസിന്റെ ഉന്നത നേതാക്കന്മാർ, CPMന്റെ നേതാക്കന്മാർ, SDPയുടെ നേതാക്കന്മാർ ആർക്ക് വേണ്ടിയാണ് ഈ മനോജിന്റെ ജീവൻ നിങ്ങൾ എടുത്തത് എന്ന് പറയണം. ഹൃദയാഘാതമാണ് എന്ന് വാർത്തയൊക്കെ സൃഷ്ടിച്ച് സമാധാനപ്പെടാൻ ഒരു മനുഷ്യൻ ഹൃദയാഘാതം കൊണ്ട് മരിക്കണമെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഈ മനോജിന്റെ ജീവന് നിങ്ങൾ വില നൽകിയേ പറ്റൂ. ഇത് അന്വേഷിക്കണം. ആരാണ് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കണം. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം. ഈ മനോജിന്റെ ജീവൻ നഷ്ടപ്പെട്ട ആ കുടുംബത്തിലുണ്ടായ നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കണം. മനോജിന്റെ ജീവന് നിങ്ങൾക്ക് വില പറയാൻ പറ്റില്ല, പക്ഷെ ആ കുടുംബത്തെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഈ സർക്കാരിന്റെ ജോലിയാണ്. ഒരു സംശയം വേണ്ട. കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അധ്യക്ഷനായി. ചെട്ടികുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ, നേതാക്കളായ പാറയിൽ രാധാകൃഷ്ണൻ, പാലമുറ്റത്ത് വിജയകുമാർ, മഠത്തിൽ ബിജു, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, അരുൺ അനിരുദ്ധൻ, കല രമേശ്, വിനോദിനി, സജു കുരുവിള, അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ്, J. മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് DYSPയുമായും ജില്ലാ പോലീസ് മേധാവിയുമായും നടത്തിയ ചർച്ചയിൽ മനോജിന്റെ പരാതി അന്വേഷിക്കാത്ത നടപടിയെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹവുമായി പ്രവർത്തകർ വിലാപയാത്രയായി മനോജിന്റെ വീട്ടിലേക്ക് മടങ്ങി. ടൈം ന്യൂസ്, ആലപ്പുഴ.
ആലപ്പുഴ ജില്ലയിലെ ശക്തമായ കാറ്റിലും മഴയിലും തീരമേഖലയിൽ വൻ നാശനഷ്ടം. വീടുകളിൽ വെള്ളം കയറുകയും മരങ്ങൾ കടപുഴകുകയും ചെയ്തു. ജനജീവിതം ദുസ്സഹമായി. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ശക്തമായ കാറ്റിലും മരങ്ങൾ കടപുഴകി വീണു. വലിയഴീക്കലിൽ നിർത്തിയിട്ടിരുന്ന 7 മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് ഒഴുകിപ്പോയി. ഇവയിൽ 5 ബോട്ടുകൾക്ക് ഉപയോഗിക്കാനാവാത്ത വിധം കേടുപാടുകളുണ്ടായി. ജില്ലയിൽ ആര്യാട് വടക്ക് പഞ്ചായത്തിൽ തത്തമ്പള്ളി LPS, ചെങ്ങന്നൂർ കിഴക്കേനട ഗവൺമെന്റ് UPS എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. 2 കുടുംബങ്ങളിലായി 6 കുടുംബങ്ങളിലെ 26 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വേമ്പനാട്ട് കായലിൽ ജലനിരപ്പ് ഉയർന്നു. പാണവള്ളി, പള്ളാത്തുരുത്തി, നെടുമുടി എന്നിവിടങ്ങളിലാണ് ജലനിരപ്പ്. പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇവയുടെ കരകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. തോട്ടപ്പള്ളി സ്പിൽവേ പൊഴിച്ചതിനെ തുടർന്ന് കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായി. എന്നാൽ അന്ധകാരണി പൊഴിമുറിക്കൽ പൂർത്തിയാകാത്തതിനാൽ ചേർത്തല താലൂക്കിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. AS കനാലിൽ ബണ്ടുകൾ കാരണം ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് പല വീടുകളും വെള്ളത്തിലാണ്. ആലപ്പുഴ നഗരത്തിൽ മാളികമുക്കിൽ റോഡ് ഉയർത്തിയതിനെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകാതെ വന്നതോടെ 150ഓളം വീടുകളിൽ വെള്ളം കയറി. ചേർത്തല, അമ്പലപ്പുഴ, പുറക്കാട്, കുട്ടനാട്, മാവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളാണ് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നത്. ടൈനൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 2 പേർ കൂടി അടുത്തിടെ സ്ഥിരീകരിച്ചു. മാന്നാറിലും മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലുമാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 2 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. മാന്നാർ, മാരാരിക്കുളം വടക്ക് പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ 20-ന് ശേഷം 18 പേർക്കാണ് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനി, H1N1, മഞ്ഞപ്പിത്തം എന്നിവയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു. പനികൾ പടരുന്നുണ്ടെങ്കിലും ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകൾ ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. രോഗബാധിതർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. രോഗം പടരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ടൈനൂസ്, ആലപ്പുഴ. തകിൽവാദനം സ്കൂൾ കലോത്സവങ്ങളിൽ മത്സരയിനമാക്കണമെന്ന ആവശ്യം. ആലപ്പുഴയിൽ നടന്ന തകിൽവാദന സംഗമത്തിലാണ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. തകിൽവാദനം സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിൽ മത്സര ഇനമാക്കണമെന്ന് ആലപ്പുഴയിൽ നടന്ന തകിൽവാദന സംഗമം ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ കടന്നുകയറ്റം തകിൽ ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങൾ പിന്തള്ളപ്പെടാൻ കാരണമായി. തനത് വാദ്യോപകരണമായ തകിൽ അന്യം നിന്നു പോകാതിരിക്കാനും പുതുതലമുറയിൽ താൽപ്പര്യം ജനിപ്പിക്കാനും യുവജനോത്സവങ്ങളിൽ ഇത് ഉൾപ്പെടുത്തണമെന്നും നിവേദനം സംഘാടക സമിതി ആവശ്യപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ ഏൻപുരം ശിവകുമാർ, തകിൽ വിദ്വാനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ആലപ്പുഴ S. വിജയകുമാർ എന്നിവർ PP ചിത്തരഞ്ജൻ MLAക്കാണ് നിവേദനം കൈമാറിയത്. ടൈനൂസ്, ആലപ്പുഴ. ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പുതുതായി വാങ്ങിയ ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങലും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നവീകരണത്തിനായി പുതിയതായി വാങ്ങിയ ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങലും ഈ കാലയളവിൽ പഞ്ചായത്തിൽ ജോലി ചെയ്ത് വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിബു S. പത്മം, ആനി, റോയ്മോൻ, B. സലീം, അജിത OP, ജയ റാണി, ജീവൻ, മോഹനൻ, V. സുശീലൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ്, ചേർത്തല. ചേർത്തല ലയൺസ് ക്ലബിന്റെയും മണപ്പുറം ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാർപ്പിടം പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകി. ചേർത്തല നഗരസഭ 31-ാം വാർഡിൽ ചാത്തനാട്ടുവള്ളി PK ലതയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. 50 വീടുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഉള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് പാർപ്പിടം പദ്ധതിയുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺസ് CJ ജെയിംസ് മേഡം ഇത് നടക്കുമോ എന്നുള്ളത് ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ആ ഒരു മണപ്പുറം ഫൗണ്ടേഷൻ്റെ 50 വീടുകൾക്കുള്ള സാങ്ഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ധൈര്യം വന്നു. പക്ഷേ ഈശ്വരാധീനമാണ്. നമുക്ക് 50 വീടുകളും, ഞാൻ എപ്പോഴും പറയുന്നത് ചൂടൊപ്പം പോലെ വിറ്റുപോയി എന്ന് പറയുന്നത് പോലെയായിരുന്നു 50 വീടുകളും ക്ലബ്ബ് ഓരോ ക്ലബ്ബുകളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയത്. ഇന്ന് ലതയ്ക്ക് ഒത്തിരി സമാധാനിക്കാൻ 2 പെൺകുട്ടികൾക്കും
സുരക്ഷിതമായ ഒരു ഭവനം ഏതൊരു അമ്മയ്ക്കും പെൺകുട്ടികൾ പ്രായമായി വരുന്തോറും ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സുരക്ഷിത ഭവനം ലയൺസ് ക്ലബ്ബ് ഓഫ് ചേർത്തല ഇന്ന് കൈമാറ്റം ചെയ്യുമ്പോൾ ഒത്തിരി ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട് ലതയ്ക്കൊരു സ്നേഹഭവനം ഒരുക്കി തരുവാനായിട്ട്. ഡിസ്ട്രിക്ട് സെക്രട്ടറി CJ ജെയിംസ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ ജോർജ് സാജു, റീജിയണൽ ചെയർപേഴ്സൺ R സുബ്രഹ്മണ്യൻ, സോൺ ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് റിയക്, ചേർത്തല ക്ലബ് പ്രസിഡന്റ് VH ജോസഫ്, സെക്രട്ടറി മനു കടവൻ, ട്രഷറർ റോയ്സ് ജോൺ, മണപ്പുറം ഫൗണ്ടേഷൻ ഡയറക്ടർ ജോർജ് P ദാസ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്തിൽ ജനജീവിതം ദുസ്സഹമാവുന്നു. മഴ കൂടി കനത്തതോടെ ഇവിടെ കാൽനട പോലും അസാധ്യമാവുകയാണ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ പ്രക്രിയയിലെ അപാകത ദേശീയപാതയെ താറുമാറാക്കുകയാണ്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള ദേശീയപാതയിൽ മിക്കയിടത്തും തീർത്തും തകർന്ന നിലയിലാണ്. മഴ കൂടി പെയ്തപ്പോൾ തകർന്നടിഞ്ഞ റോഡുകളിലൂടെ കാൽനട പോലും അസാധ്യമായി. ചന്ദരൂർ സെന്റ് മേരീസ് പള്ളിയുടെ സമീപം മുതൽ തെക്കോട്ട് ചന്ദരൂർ പാലം വരെയുള്ള റോഡ് തീർത്തും ഇല്ലാതായിട്ട് ദിവസങ്ങളായി. കാണകൾ ചെളിമണ്ണ് നിറഞ്ഞ മൂടി. ഈ കാണയിൽ 7ഓളം വാഹനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുങ്ങി അപകടത്തിൽപ്പെട്ടു. നിരവധി 2 വീലർ യാത്രക്കാർക്കും കുഴികളിൽ വീണ പരിക്കുകളുണ്ടായി. നമ്മൾ ഈ പണി തുടങ്ങിക്കഴിഞ്ഞിട്ട് ദുരിതം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഇതൊരു മുന്നൊരുക്കം നടത്തിയില്ല. കാരണം സൈഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെറുതെ മെറ്റൽ പൊടി വെറുതെ മണ്ണും വാരിയിട്ടിട്ട് വെറുതെ അവരൊന്ന് നിരത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ടാർ ചെയ്യേണ്ടതായിരുന്നു. ടാർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ വീതി ഉണ്ടാവുള്ളൂ. പക്ഷെ അവരൊരു 3-4 അടിയോളം കുറച്ച് വീതി എടുത്തിട്ടുണ്ട്. പക്ഷെ വെറുതെ മെറ്റൽ പൊടി ഇത് മാത്രമേ ഇട്ട് അവർ ചെയ്തതാണ്. ടാർ ചെയ്തില്ലെങ്കിൽ അടിപൊളി. അതായത് കണ്ട ആ കാണുന്നത് ഒരു കാണയാണ്. ആ കാണുന്നത് ആ പുല്ലിന്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു കാണയാണ്. ഇതിൽ കൂടിയാണ് ഈ വെള്ളം ഒഴുകൊണ്ടുവരുന്നത്. ഒരു ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് കായൽ പോലെയാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളൊക്കെ നടക്കേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇവർക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള സംഭവമില്ല. ഇപ്പൊ തന്നെ ഇവർ ഈ ബാരിക്കേഡ് വെച്ച് മറച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് അപ്പുറത്തേക്കൊന്ന് ക്രോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോമീറ്ററെങ്കിലും ഒന്ന് അങ്ങോട്ട് നടന്നെങ്കിലേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് ആൾക്കാർക്ക് നടക്കാനെങ്കിൽ ചെറിയൊരു ഗ്യാപ്പെങ്കിലും ഇട്ടിരുന്നെങ്കിൽ വളരെ ഉപകാരമുണ്ട്. ഇത് അതുപോലും ചെയ്യണില്ല. തോന്നിയ പോലെ ഇവർ കാണിക്കുക. എന്നാൽ അത് ഇപ്പോൾ അങ്ങോട്ടൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പും ഇല്ല, ഒന്നുമില്ല. ശരിക്കും ബുദ്ധിമുട്ടാണ്. മനുഷ്യരെ ശരിക്കും ബുദ്ധിമുട്ടിക്കണത്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്. അത് ശരിക്കും നമ്മുടെ പ്രതിനിധികളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടത്. ഒരു മനുഷ്യൻ പോലും ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കണമില്ല. നാളായിട്ട് ഭയങ്കര ദുരിതമാണ്. കാണേണ്ടതൊക്കെ അടഞ്ഞു പോയി. വെള്ളക്കെട്ട് കാരണം ആരും ഇങ്ങനെ വരുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചു പോയത്. കുഞ്ഞുങ്ങളെ മാർക്ക് കുട്ടികളൊക്കെ രണ്ടെങ്കിലും കാണാൻ പറ്റുന്ന അവസ്ഥയായി. വേണ്ടപ്പെട്ടൊക്കെ പരാതി കൊടുത്തിട്ട് ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ജീവിതം അപ്പോൾ ദുരിതങ്ങളിയാണ്. ചന്ദരൂർ സ്കൂളിന് തെക്കുവശത്ത് നിന്ന് പഴയ ഹൈവേയിലേക്ക് കയറിയാൽ എരമല്ലൂർ കാഞ്ഞിരത്തിങ്കൽ ക്ഷേത്രം വരെ 2 കിലോമീറ്ററുകളോളം സുഗമമായി സഞ്ചരിക്കാം. പക്ഷേ ഇവിടെ വഴിതിരിച്ചുവിടാനോ നിയന്ത്രിക്കാനോ യാതൊരു സൈൻ ബോർഡോ മറ്റു സംവിധാനങ്ങളോ ഇല്ല. പഴയ റോഡിന്റെ പ്രവേശന കവാടത്തിലെ അനധികൃത പാർക്കിങ്ങും ഇതിന് തടസ്സമാകുന്നുണ്ട്. റോഡിലേക്ക് കയറാവുന്ന സ്ഥലങ്ങൾ തകർന്നു കിടക്കുകയുമാണ്. തകർന്ന റോഡിലെ വലിയ കുഴികൾ അറിയാതെ 2 വീലർ അടക്കമുള്ള വാഹനങ്ങൾ കുഴികളിൽ വീണ് വീണ്ടും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ കുറഞ്ഞത് 1 കിലോമീറ്ററിന് മേൽ ചുറ്റിത്തിരിയേണ്ട അവസ്ഥയും നിലവിലുണ്ട്. കാൽനട യാത്രക്കാർ ചെളിയിൽ തെന്നി വീഴുന്നതും നിത്യസംഭവമാണ്. അപകട നിയന്ത്രണത്തിനായി അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടൈം ന്യൂസ്, അരൂർ. കാലവർഷക്കെടുതി. കഴിഞ്ഞ വർഷത്തെ തുക ഇതുവരെ നൽകാതെ സർക്കാർ. കഴിഞ്ഞ വർഷം 2000-ഓളം കുടുംബങ്ങൾക്കാണ് നാശനഷ്ടങ്ങളുണ്ടായത്. 93 വീടുകൾ ഭൂരിഭാഗമായും 2108 വീടുകൾ ഭാഗികമായും നശിച്ചിരുന്നു. ഈ വർഷം കാലവർഷം എത്തുമ്പോഴും കഴിഞ്ഞ വർഷം കാലവർഷക്കെടുതിക്ക് ഇരയായ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക കൊടുത്തു തീർക്കാൻ സർക്കാരിൻ്റെ മെല്ലെപ്പോക്ക്. കഴിഞ്ഞ കാലവർഷത്തിൽ 93 വീടുകൾ പൂർണ്ണമായും 2108 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. ഇതിൽ പൂർണ്ണമായും വീട് തകർന്നവർക്ക് മാത്രമാണ് 1 ഗഡു തുകയെങ്കിലും ലഭിച്ചത്. പൂർണ്ണമായി വീട് തകർന്നാൽ 4 ലക്ഷം രൂപയാണ് പരമാവധി ലഭിക്കുക. ഭാഗികമായി തകർന്നാൽ തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചാണ് നഷ്ടപരിഹാരത്തിൻ്റെ തോത് കണക്കാക്കുന്നത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക നൽകിയിട്ടില്ലെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. തുലാവർഷവും പിന്നീട് കടൽക്ഷോഭം മൂലവും ഉണ്ടായ നാശനഷ്ടത്തിൻ്റെ നഷ്ടപരിഹാര വിതരണവും എങ്ങും തന്നെ എത്തിയില്ല. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരവും കൊടുത്തു തീർക്കാനുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മദ് കായിപ്പുറം നവജീവൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിയ അവധിക്കാല പഠന ശിബിരം ശ്രദ്ധേയം. മുഹമ്മദ് കായിപ്പുറം നവജീവൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിയ അവധിക്കാല പഠന ശിബിരം മോഹനവർണ്ണങ്ങൾ കാണികളുടെ മനം കവർന്നു. കുട്ടികളുടെ സർഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിവ് പകരുന്നതിനും പഠന ശിബിരം പ്രയോജനപ്രദമായി. ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് മുരളി അധ്യക്ഷനായി.
ആലപ്പുഴ പ്രസ് ക്ലബ് സെക്രട്ടറി TK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. TC മഹീധരൻ, മായ മഞ്ജു, VM സുഗന്ധി, VM മഞ്ജു, അനന്തകൃഷ്ണൻ, GP വിനീത്, ഭാഗ്യ പ്രഭ പാസി, ആർദ്ര എന്നിവർ സംസാരിച്ചു. സൗജന്യ പഠനോപകരണ വിതരണം ഡോക്ടർ ശ്രുതി നിർവഹിച്ചു. കുട്ടികളുടെ കലാസന്ധ്യയും ഒരുക്കിയിരുന്നു. ടൈനൂസ് മുഹമ്മ ദീപ്തി സ്പെഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. 108ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ദീപ്തി സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഈ അധ്യയന വർഷത്തിലെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. 108ഓളം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വെണ്ട, തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ, പയർ, പടവലം, കുക്കമ്പർ എന്നീ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ C. ജോസ്നയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കാണ് പരിചരണ ചുമതല. സ്പെഷ്യൽ സ്കൂളിലെ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദീപ്തി സ്പെഷ്യൽ സ്കൂളിൽ എല്ലാ വർഷവും പച്ചക്കറി കൃഷികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നടാറുണ്ട്. കഴിഞ്ഞ 2021 നല്ല മികച്ച കർഷകർക്കുള്ള അവാർഡ് ദീപ്തി സ്പെഷ്യൽ സ്കൂളിൽ ലഭിക്കുകയുണ്ടായി. ഈ വർഷമാണ് ഞങ്ങളിങ്ങനെ ഫെർട്ടിഗേഷൻ രീതിയിലുള്ള കൃഷി നടത്തുന്നത്. അതിൻ്റെ ആരംഭമായിട്ട് കൃഷി ഓഫീസർ ഇവിടെ വരികയും കൃഷി ഉദ്ഘാടനം ചെയ്യുകയും. രാവിലെയും വൈകുന്നേരവും കുട്ടികൾ കൃഷിപ്പണികൾക്കായി സമയം ചെലവഴിക്കുന്നു. സ്കൂൾ വളപ്പിലെ 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തി വരുന്നു. മുതിർന്ന കുട്ടികളുടെ ബാൻഡ് ട്രൂപ്പും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. മുഹമ്മ കൃഷി ഓഫീസർ PM കൃഷ്ണ പച്ചക്കറി കൃഷി നടിയിൽ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മയിൽ കാർഷിക മേഖലയിൽ വളരെ നല്ല ഇടപെടലുകൾ നടത്തി വരുന്ന ഒരു വിദ്യാലയമാണ് ദീപ്തി സ്പെഷ്യൽ സ്കൂൾ. അതുകൊണ്ട് തന്നെ 2021 സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സ്കൂളിൻ്റെ എന്ന നിലയ്ക്കുള്ള അംഗീകാരം കൂടി കിട്ടിയിട്ടുള്ളതാണ് ദീപ്തി സ്പെഷ്യൽ സ്കൂള്. അതിനുശേഷം എല്ലാ വർഷവും പച്ചക്കറി കൃഷികളാവട്ടെ ഫലവർഗ്ഗങ്ങളാവട്ടെ എല്ലാം തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഒരു അവസരത്തിൽ കൃഷി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സ്കൂളിനും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കുട്ടികൾക്കും കൃഷി വകുപ്പിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ലോക്കൽ മാനേജർ C. റെമിറോസ്, അധ്യാപകരായ ആൻസി ജസ്റ്റിൻ, മനീഷ വിശ്വലാൽ, കർഷക അവാർഡ് ജേതാവ് സെൽവരാജ് എന്നിവർ പ്രസംഗിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. വാർനാട് കുമാരവിലാസം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ജൂൺ 2 യജ്ഞം സമാപിക്കും. ഭദ്രദീപ പ്രകാശന കർമ്മം മേലേപ്പോക്കാട്ട് സമീരയിൽ സുദീപ് P. ദാസും പ്രിയങ്ക സുദീപും ചേർന്ന് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് ബിജുമോൻ അമൃത ആചാര്യ വരണവും നിറപറ സമർപ്പണം MK രതീഷ് കുമാറും ലീലാമണി രതീഷ് കുമാറും, ഭാഗവത സമർപ്പണം പാർവതി അശ്വിൻ ശങ്കറും, ദ്രവ്യ സമർപ്പണം E. ഭാസ്കരനും വിജയമ്മ ഭാസ്കരനും, പണപ്പറ സമർപ്പണം സനൽകുമാറും ആശ സനൽകുമാറും, അൻപലിപ്പറ സമർപ്പണം ബിജുമോൻ സരിത ബിജുമോനും ചേർന്ന് നിർവഹിച്ചു. തണ്ണീർമുഖം സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഭാഗവത പാരായണം നടക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി അശ്വിൻ പ്രേം ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു. പ്രസിഡന്റ് ബിജുമോൻ അമൃത, വൈസ് പ്രസിഡന്റ് സനൽകുമാർ പുഷ്പവിലാസം, സെക്രട്ടറി PR ഷാജി കാവേരി, കൺവീനർ ജയശ്രീ കാർത്തികേയൻ, ജോയിന്റ് കൺവീനർമാരായ പുഷ്പ പൊന്നപ്പൻ, സുഷമ വെൺമണിക്കാട്ട തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 14കാരനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങി കുഴഞ്ഞു വീണ് മരിച്ച BJP കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളിൽ മനോജിന്റെ മൃതദേഹവുമായി BJP പ്രവർത്തകരുടെ പ്രതിഷേധം. കയംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കല്ലുതുള്ളിയ മഴക്കെടുതിയിൽ ജില്ലയിൽ പരക്കെ നാശനഷ്ടങ്ങൾ. ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾ വെള്ളക്കെട്ടിൽ, ജനജീവിതം ദുസ്സഹം. ജില്ലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നു. 2 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. മാന്നാർ, മാരാരിക്കുളം വടക്ക് പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരണം. ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പുതുതായി വാങ്ങിയ ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങലും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.